ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ വീണ്ടും രാഷ്ട്രീയ പോരാട്ടം ശക്തമാകുകയാണ്. പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. ആവശ്യമൊന്നു മാത്രം: പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച പോലീസുകാർക്കെതിരെ പരാതി സ്വീകരിക്കുക, FIR രജിസ്റ്റർ ചെയ്യുക. എന്നാൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതോടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ രാഹുൽ ഗാന്ധി പ്രതിഷേധം ആരംഭിച്ചു. പിന്നാലെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തി. ജൂൺ 6 മുതൽ ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുകയായിരുന്നു. പിന്നീട് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ പ്രതിഷേധക്കാർ തീരുമാനിച്ചു. ചലോ സൻസദ് എന്ന പേരിൽ നടന്ന മാർച്ച് തടയാൻ പോലീസ് വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയത്. ജന്തർ മന്ദർ മുതൽ പാർലമെന്റ് പരിസരം വരെ വൻ പോലീസിന് RAF സന്നാഹമുണ്ടായിരുന്നു. ജൂലൈ 20-ന് പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടായി. ലാത്തിച്ചാർജ്, കണ്ണീർ വാതകം തുടങ്ങിയ ക്രൗഡ് കൺട്രോൾ നടപടികൾ സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ അതിനൊപ്പം ഉയർന്ന ഏറ്റവും ഗുരുതരമായ കാര്യം പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്നായിരുന്നു. ഇവിടെയാണ് സാഹിൽ ലോച്ചബിന്റെ പേര് ഉയർന്നു വരുന്നത്. 19 വയസ്സുകാരനായ സാഹിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ സാഹിൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പെല്ലറ്റ് ആക്രമണത്തിലാണ് പരിക്കേറ്റതെന്നാണ് സാഹിലിന്റെ കുടുംബവും പ്രതിഷേധക്കാരും ആരോപിച്ചത്. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. എന്നാൽ അന്ന് ഡൽഹി പോലീസ് പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണം നിഷേധിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിരുന്നെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിലപാട്. അതുകൊണ്ട് തന്നെ വലിയൊരു ചോദ്യം ഉയർന്നു: പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചോ ഇല്ലയോ? ഉപയോഗിച്ചെങ്കിൽ ആരാണ് ഉപയോഗിച്ചത്? ഇതിനിടെയാണ് പോലീസ് രേഖകളിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ ജനറൽ ഡയറി എൻട്രിയിൽ ജൂലൈ 20-ലെ പ്രതിഷേധം നിയന്ത്രിക്കാൻ RAF ആന്റി റൈറ്റ് ഗൺ ഉപയോഗിച്ചതായും പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഉപയോഗിച്ചതായും രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഒരു DCP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് RAF നടപടിയെടുത്തതെന്ന വിവരവും ആ രേഖയിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 55 നോൺ ഇലക്ട്രിക്കൽ ഷെല്ലുകളും 15 ഇലക്ട്രിക്കൽ ഷെല്ലുകളും 5 ടിയർ ഗ്യാസ് ഗ്രനേഡുകളും 2 ആന്റി റൈറ്റ് ഗൺ റൗണ്ടുകളും ഉപയോഗിച്ചതായാണ് രേഖയിൽ പറയുന്നത്. അതിൽ 2 പ്ലാസ്റ്റിക് പെല്ലറ്റ് റൗണ്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ പെല്ലറ്റ് ഉപയോഗിച്ചോ എന്ന തർക്കത്തിന് പുതിയ വഴിത്തിരിവായി. അതേസമയം ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്: പ്ലാസ്റ്റിക് പെല്ലറ്റുകളും മെറ്റൽ പെല്ലറ്റുകളും ഒരുപോലെയല്ല. പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ഉപയോഗിച്ചതെന്നാണ് പോലീസ് രേഖകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്. മെറ്റൽ പെല്ലറ്റുകളാണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പരിക്കേറ്റവരുടെ കാര്യത്തിൽ വിവാദം അവിടെ അവസാനിച്ചിട്ടില്ല. ജൂലൈ 20-ലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ സർക്കാർ ആശുപത്രികളിൽ പെല്ലറ്റ്, ഷോട്ട് അല്ലെങ്കിൽ പ്രൊജക്ടൈൽ പരിക്കുകളുമായി നിരവധി പേർ ചികിത്സ തേടിയതായി പിന്നീട് പുറത്തുവന്ന RTI വിവരങ്ങളും ചർച്ചയായി. സഫ്ദർജംഗ് ആശുപത്രിയിൽ ഒരാളും ഇത്തരം പരിക്കുകളുമായി ചികിത്സ തേടിയതായി RTI മറുപടികളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. അതായത് സംഭവത്തിൽ സുരക്ഷാ സേനയുടെ ബലം പ്രയോഗിച്ച രീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമായി. ഇതിനിടെ വിഷയം കോടതിയിലേക്കും എത്തി. പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണം ഉൾപ്പെടെയുള്ള ജന്തർ മന്ദർ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗം ഉൾപ്പെടെയുള്ള ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് സംബന്ധിച്ച പോലീസ് മാനദണ്ഡങ്ങളും സ്റ്റാൻഡിംഗ് ഓർഡറും ഹാജരാക്കാൻ സുപ്രീം കോടതി ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ടു. പെല്ലറ്റ് ഉപയോഗം അനുവദനീയമാണെങ്കിൽ പോലും അത് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കാനാകുക എന്നതും പ്രധാന ചോദ്യമായി. അതായത് ഒരു പ്രതിഷേധം നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയ്ക്ക് എത്രത്തോളം ബലം പ്രയോഗിക്കാം? പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിന്റെ പേരിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് എപ്പോൾ ന്യായീകരിക്കാനാകും? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ നിയമപരമായും രാഷ്ട്രീയമായും ഉയരുന്നത്. ഇതിനിടെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് രംഗത്തെത്തിയത്. പരിക്കേറ്റ വിദ്യാർത്ഥി സാഹിൽ ലോച്ചബിനൊപ്പമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച പോലീസുകാർക്കെതിരെ പരാതി നൽകുന്നതായിരുന്നു ലക്ഷ്യം. രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുമെന്ന്. പക്ഷേ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നാണ് കോൺഗ്രസ് ആരോപണം. ഇതോടെ പോലീസ് സ്റ്റേഷൻ മുന്നിൽ രാഹുൽ ഗാന്ധി പ്രതിഷേധം ആരംഭിച്ചു. പിന്നാലെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും സ്ഥലത്തെത്തി. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സ്റ്റേഷന്റെ ഗേറ്റ് അടച്ചതായും റിപ്പോർട്ടുകളുണ്ട്.
ഇവിടെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ആരോപണവും വളരെ വ്യക്തമാണ്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അമിത ബലം പ്രയോഗിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവിട്ടത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് രാഷ്ട്രീയ വിഷയമാക്കിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും നേരത്തെ ഉയർന്ന പെല്ലറ്റ് ആരോപണങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രധാന ചോദ്യം പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചോ എന്നത് മാത്രമല്ല, ഉപയോഗിച്ചെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിച്ചത് എന്നതും കൂടിയാണ്. ആരുടെ ഉത്തരവാദിത്തത്തിലാണ് ഉപയോഗിച്ചത്? പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഉത്തരവാദിത്തം ആരെടുക്കും? പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ജന്തർ മന്ദറിലെ ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ തുടങ്ങി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയ വിഷയമാണിത്. ഒരു ഭാഗത്ത് പരീക്ഷാ ക്രമക്കേടുകളിലും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിലും പ്രതിഷേധം, മറ്റൊരു ഭാഗത്ത് പ്രതിഷേധം നിയന്ത്രിക്കാൻ സുരക്ഷാ സേന സ്വീകരിച്ച നടപടികളെക്കുറിച്ചുള്ള ഗുരുതര ആരോപണങ്ങൾ. അതിന്റെ നടുവിൽ കണ്ണിന് പരിക്കേറ്റ സാഹിൽ ലോച്ചപ്പ് പോലുള്ള വിദ്യാർത്ഥികൾ. ഇപ്പോൾ ആ വിദ്യാർത്ഥിയെ കൂടെ നിർത്തിയാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രതിഷേധം മാത്രമല്ല, ഒരു പ്രതിഷേധത്തെ നേരിടുമ്പോൾ ഭരണകൂടവും പോലീസും എത്രത്തോളം ബലം പ്രയോഗിക്കാമെന്ന അടിസ്ഥാന ജനാധിപത്യ ചോദ്യവും കൂടിയാണ്. പോലീസിന്റെ വാദം എന്താണ്? പെല്ലറ്റ് പ്രയോഗത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അന്വേഷണത്തിന്റെ അന്തിമ കണ്ടെത്തൽ എന്താകും? സാഹിൽ ഉൾപ്പെടെയുള്ള പരിക്കേറ്റവർക്ക് നീതി ലഭിക്കുമോ? പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുമോ? ഇവയ്ക്കുള്ള ഉത്തരങ്ങളാണ് ഇനി നിർണായകം. ജന്തർ മന്ദറിൽ ഉയർന്ന പ്രതിഷേധത്തിന്റെ ശബ്ദം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡൽഹിയിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. അവിടെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. പരാതി സ്വീകരിക്കുമോ? FIR രജിസ്റ്റർ ചെയ്യുമോ? പെല്ലറ്റ് പ്രയോഗത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്ക് ഇനി ഡൽഹി പോലീസ് നൽകുന്ന മറുപടിയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.